ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം സുരേഷ്. ശിവാനന്ദ്, ഡോക്ടർ രമ്യ, ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായി സാർ. ഈ കേസുമായി എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതി. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ സാർ. ജോ, ഇയാൾ ആരെയോ കണ്ടതായി പറയുന്നു. ആരെ? ഇന്നലെ രാത്രി ഒരു 2 മണിയായി കാണും. ആരോ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഞാൻ കണ്ടു. ആളെ കണ്ടാൽ എങ്ങനെയാ? കാണാൻ നല്ല രസമാണ്, പക്ഷെ മുഖം ഞാൻ കണ്ടില്ല. ഒരു ടവലോട്ട് മുഖം മറച്ചിരിക്കുകയായിരുന്നു. ഹൂഡഡ് ജാക്കറ്റ് ആയിരിക്കും. വിശ്വരൂപം സിനിമയിൽ കാണുന്ന പോലെ അല്ലേ? അതെ മാഡം. അവരെല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോ ആ സീനില് ഒരു ഡ്രസ്സ് ഒരു ഫൈറ്റിന് മുമ്പായിട്ട് ഞങ്ങളെല്ലാം വിശ്വരൂപം സിനിമ കണ്ടവരാ. നീ എന്ത് കണ്ടു അത് മാത്രം പറയാം. അയാള് പുറത്തിറങ്ങി വന്നിട്ട് ഒരു വലിയ ജീപ്പ് മാതിരി ഒരു വണ്ടിയിൽ കയറിപ്പോയി. എന്ത് കളറാ? സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലെ കറുപ്പ് പോലെയാ തോന്നിയത്. ഏത് ജീപ്പാ? ഫോർഡ്, മഹീന്ദ്ര, മാരുതി? കമ്പനി ഒന്നും മനസ്സിലായില്ല സാർ. ഇത് നോക്കിയേ, ഇതുപോലെയാണോ? അതെ മാഡം, ഇതേപോലൊരു ജീപ്പാ. ശരി, വെക്കാം. താങ്ക്സ് മാഡം. താനിങ്ങ വാ. സർ, രാത്രി 2 മണിക്ക് താനിവിടെ എന്ത് ചെയ്യാൻ വന്നതാ? ഞാനൊരു ഗാർമെന്റ്സ് കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിയാണ് സർ. കമ്പനി ബസ് ഇതാ അവിടെയാണ് നിർത്തുന്നത്. ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് സർ. കൊല ചെയ്തവനെ വെറുതെ വിട്ടിട്ട് സാക്ഷി പറയുന്നതിനെ കുറ്റവാളിയാക്കല്ലേ സാറേ. നിങ്ങളെപ്പോലുള്ള കോൺസ്റ്റബിൾമാരാ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരാടാ കോൺസ്റ്റബിൾ? അല്ല സർ, ഇത് വലിയൊരു ഓഫീസറാ. അനാവശ്യമായി സംസാരിക്കാതെ. കോൺസ്റ്റബിൾ ഒന്ന് കുളിക്കുന്നു. വിളിക്കുമ്പോൾ വന്നേക്കണം. ഇവനെ കണ്ട ഒരു കോൺസ്റ്റബിൾ ലുക്കാണല്ലേ. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? പോലീസിന് ഒട്ടും പേടിയില്ലാതെ സംസാരിക്കുന്നുണ്ടോ? ഇമാതിരി സംസാരിക്കുന്നവരുടെ ജട്ടിക്കുള്ളിൽ ബോംബിട്ട് പൊട്ടിക്കണം. നിങ്ങളിത് കോമഡി ആയിട്ട് എടുക്കുക. ഏയ് ജോ, കോൺസ്റ്റബിൾ ജോ. ഡോക്ടർ രമ്യയെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. ഫോറൻസിക് പാത്തോളജിയിൽ എൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. എന്തിനാണ് അവരെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവർക്ക് 10 വയസ്സുള്ള മകളുണ്ട്. പാവം, കെട്ടിത്തൂക്കിയാണ് കൊന്നിട്ടുള്ളത്. എന്നിട്ടും തീർന്നില്ല. രാത്രി 2:30 മണിക്കാണ് മരിച്ചത്. അതുവരെ ക്രൂരമായി അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി അവൻ കൊല്ലാൻ പോകുന്നത് ഒരു ലോയറിനെയാണ്. അങ്ങനെ ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല സർ. ഡോക്ടർ രമ്യ, ശിവാനന്ദ് ഇവരുമായി ബന്ധമുള്ള ലോയേഴ്സിനെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 10 പേര് ഡേറ്റാബേസിലുണ്ട്. വി ആർ അനലൈസിങ് ഇറ്റ് സർ. സോ അവരോടെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞാലോ? ഞങ്ങളത് ശ്രദ്ധിച്ചോളാം സർ. എന്താണ് അയാളുടെ മോട്ടീവ് എന്ന് മനസ്സിലായോ? ആരെയാണ് നിങ്ങൾ സംശയിക്കുന്നത്? TV ചാനലുകാർ പറയുന്നത് കണ്ടോ? ശിവാനന്ദനെയും ഡോക്ടർ രമ്യയെയും കൊല ചെയ്തത് ഒരേ ആള് തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. ഈ കൊലപാതകി നൽകിയ സൂചനയനുസരിച്ച് അടുത്ത ഇര ഒരു അഭിഭാഷകനായേക്കാം എന്നാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും നമുക്ക് ലഭിച്ച റിപ്പോർട്ട്.